8 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ഗുരു നമുക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഭൂതിയെ, ഈശ്വരാനുഭൂതിയെ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ട് ഈ ജ്യൂസിന് ഇത്ര മധുരമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കും? അതിൻ്റെ മധുരം അനുഭവിച്ചറിയുന്നതാണ്. പക്ഷേ ആ അനുഭവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക്, ഇനി ഒരു പടി കൂടി വെക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ആ അനുഭൂതിയെ വരച്ചു കാട്ടിയിട്ടുള്ള ഗുരുവിൻ്റെ ചിത്രങ്ങളാണ് പലപ്പോഴും സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എന്ന് തോന്നാറുണ്ട്. ഭാഷകളിൽ ഗുരു തിരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളവും തമിഴും സംസ്കൃതവുമാണെന്ന് നമുക്കറിയാം. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് മലയാളത്തിലും സംസ്കൃതത്തിലുമാണ്. മലയാള ഭാഷയിൽ 5 കൃതികൾ എഴുതിയിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ 3 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഈ സ്തോത്രങ്ങൾക്ക് മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ മലയാള ഭാഷയിൽ എഴുതിയ കൃതികളിൽ തന്നെ തമിഴ് പദങ്ങൾ, സംസ്കൃത പദങ്ങൾ എല്ലാം കൂടി ചേർത്തൊരു ജ്യൂസ് അടിച്ചു തന്നതുപോലെ ഇരിക്കും ഗുരുവിൻ്റെ മലയാളത്തിലുള്ള സുബ്രഹ്മണ്യ സ്തോത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അത്ര സുന്ദരങ്ങളാണ്. പദഘടനയുടെ കാര്യത്തിലോ വൃത്തഭംഗിയുടെ കാര്യത്തിലോ ഒന്നും സാധാരണ കവികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നവയാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ. പ്രത്യേകിച്ച് അതിനൊരു കാരണമുണ്ട്. സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒരു കവികൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത, സാധാരണഗതിക്ക് കവികൾക്കൊന്നും എടുത്തു പെരുമാറാൻ കഴിയാത്തൊരു വൃത്തമുണ്ട്. മത്തേഭം എന്നാണ് അതിൻ്റെ പേര്. മലയാള ഭാഷയിൽ മത്തേഭം എന്ന് പറഞ്ഞാൽ ആന എന്നൊരർത്ഥമുണ്ട്. മതയാന, കുലുങ്ങി കുലുങ്ങി നടന്നു വരുന്ന ഒരു മതയാന, മത്തേഭം എന്നൊരർത്ഥമുണ്ട്. കേരളത്തിന് പുറത്താണെങ്കിൽ മത്തേഭ വൃത്തത്തിന് മറ്റൊരു പേരാണ് അശ്വഥാടി എന്ന് പറയും. കുതിരക്കുളമ്പടി, കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ ചടുലമായൊരു വൃത്തം. അതിലധികം ആരും കൃതികൾ രചിച്ചിട്ടില്ല. പക്ഷേ ആ പതിവ് തെറ്റിച്ചിട്ട് ഗുരു എഴുതി വെച്ചത് സുന്ദരങ്ങളായ 3 കൃതികളാണ്. ഒന്ന് വിശാഖഷഷ്ടി. ഒട്ടാകെ എന്നും ഒരു പട്ടാങ്കമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുത മുട്ടായ ദുഃഖം ഒഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തിധര മട്ടായ മൂർത്തി പളനി കൊട്ടാരവാതിൽ 18 പടിക്കു വഴി കിട്ടാൻ തുണയ്ക്ക സതതം. നമുക്കത്ര പരിചയം പോരാ അല്ലേ? ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും അവസാനമായിട്ട് ശ്രീ പേരേറ്റിൽ പ്രിയദർശൻ കണ്ടെടുത്ത 60 പദ്യങ്ങളും ഒരു ഫലശ്രുതിയും അടങ്ങുന്ന വിശാഖഷഷ്ടി ശ്രീനാരായണ ഗുരുദേവൻ ചില കൃതികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന കൃതി ചൊല്ലിയാൽ ഇന്ന ഫലമുണ്ടാകും. ചിലതൊക്കെ നമുക്കറിയാം. വിഷ്ണു അഷ്ടകം ഇതം പുണ്യം യപ്പടേത് ഭക്തിതോ നര സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി. സന്ധ്യാപ്രാർത്ഥനാ വേളയിൽ ആരാണോ ഇത് ചൊല്ലുന്നത് അവർ എത്രയും പെട്ടെന്ന് വിഷ്ണുലോകത്തിൽ എത്തുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? വിഷ്ണു അഷ്ടകത്തില് പുഷ്ടതിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപടന്തി അഷ്ടകമേതവാങ്മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. ആരാണോ ചിദംബരാഷ്ടകം എടുത്തു പഠിക്കുന്ന വിവേകശാലിയായ മനുഷ്യൻ അവൻ അഷ്ടതനുവായ ശിവനെ പ്രാപിക്കുന്നു എന്ന ഫലശ്രുതി ചിദംബരാഷ്ടകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ കൃത്യമായ ഔഷധമായിട്ട് പ്രാതകാലത്തെഴുന്നേറ്റു പഠിക്കുന്നവന് മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ രോഗങ്ങളും അകലുന്നു എന്ന് മഹാഭിഷഗ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഭദ്രകാളിഷ്ടകം ഇരിപ്പുണ്ട്. അതേ ഗണത്തിൽ പെടുത്താവുന്ന കൃതിയാണ് വിശാഖഷഷ്ടി. 60 പദ്യങ്ങൾ ഗുരു എഴുതിയത് മത്തേഭവൃത്തത്തിലാണ്. എന്നിട്ട് അവസാനം ഒരു ഫലശ്രുതി കൊടുത്തു. ഭദ്രകാളിഷ്ടകമൊക്കെ എഴുതിയിരിക്കുന്ന അതേ വൃത്തത്തിൽ, ശാർദൂല വിക്രീഡിത വൃത്തത്തിൽ അതിനൊരു ഫലശ്രുതി കൊടുത്തിട്ടുണ്ട്. ഇത്യുൽകൃഷ്ട വിശാഖഷഷ്ടി സമഭിഖ്യാതം മഹത് വർണ്ണനീയം അസ്ത്യത്യുൽക്കടമോദമിന്റെ രുചശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവമിതു പാഠം ചെയ്വവർക്കും ഗദപ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. പളനിയിലിരിക്കുന്ന മുരുകനെ സ്തുതിച്ചുകൊണ്ടാണ് 60 പദ്യങ്ങളും. സ്വന്തം മനസ്സിനോട് ഒരു സാധകൻ സ്വയം അവൻ്റെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക, അല്ലയോ മനസ്സേ, നീ പളനിപൂരാലയനായിരിക്കുന്ന സുബ്രഹ്മണ്യനെ ഭജിക്കൂ. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെന്ന് ഈ ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ പറയുമ്പോൾ ചിലരെങ്കിലും വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഗുരുവിൻ്റെ
ഇതിൽ നിന്നും മാറിയിട്ട് സുബ്രഹ്മണ്യനിലേക്ക്, ശിവനിലേക്കും ബഹുദൈവത ആരാധനയിലേക്കുമൊക്കെ കൊണ്ടുപോവുകയാണോ? ഒരിക്കലുമല്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിന് എപ്പോഴും ഒരു രൂപവും ആ രൂപത്തെ താങ്ങി നിർത്തുന്ന ചില കഥകളും അല്ലെങ്കിൽ അതിനു ചേരുന്ന വണ്ണമുള്ള ചില സ്വഭാവ സവിശേഷതകളുമൊക്കെ വേണമെന്നുള്ളൊരു ശാഠ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഗുരുവിൻ്റെ സ്വരൂപം തന്നെ ഇതിൽ കൂടി കാണാം. അതൊരു പക്ഷം. അങ്ങനെയുള്ളവർക്ക് ഏത് രൂപത്തിലായാലും സാധനയിൽ കൂടി സഞ്ചരിക്കുവാൻ തന്നിരിക്കുന്നവയാണ് ഈ രൂപങ്ങൾ. അതിൻ്റെ അർത്ഥം രൂപങ്ങളിൽ നിൽക്കാനല്ല, മൂർത്തികളിൽ നിൽക്കാനല്ല, സുബ്രഹ്മണ്യനിൽ നിൽക്കാനല്ല, വിശാഖഷഷ്ടിയിൽ നിൽക്കാനല്ല. അതും കടന്ന് ദൈവദശകത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ മറന്നുപോകും. ദൈവദശകത്തിലേക്ക് നമുക്ക് യാത്രയുണ്ടാകുന്നില്ല. വിശാഖഷഷ്ടിയിലും വിഷ്ണു അഷ്ടകത്തിലും വാസുദേവാഷ്ടകത്തിലും ശിവപ്രസാദ പഞ്ചകത്തിലും തങ്ങി നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശിവനെയും ദേവിയെയും ഭദ്രകാളിയൊക്കെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. എന്താ കാര്യമെന്നോ? നമ്മളവിടെ നിൽക്കുകയാണ്, ഇതിൻ്റെ അപ്പുറത്ത് ദൈവദശകം ഇരിപ്പുണ്ട്, അങ്ങോട്ട് എത്താൻ നമുക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം ശരിയായിട്ട് നമ്മൾ പിടിച്ചെടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. പളനി പൂരാലയനായിരിക്കുന്ന സുബ്രഹ്മണ്യം എന്നുള്ളത് ഉപാസകന്റെ സ്വാതന്ത്ര്യമാണ്. അതാണ് അവന് വേണ്ടതെങ്കിൽ അതെടുത്തവൻ ചൊല്ലിക്കൊള്ളട്ടെ, എന്തു തെറ്റ്? ആ പളനി ഭഗവാനെ സ്തുതിച്ചിട്ട് 60 പദ്യങ്ങൾ ആ സ്തുതിയാണ്. ആ സ്തുതിക്ക് ശേഷം 61-ാം പദ്യമാകുന്ന ബലശ്രുതിയിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, എൻ്റെ രുജശാന്തിക്ക് വേണ്ടിയിട്ട്, സംസാര രോഗത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി താൻ രചിച്ച കൃതിയാണിത്. ആരാണോ ഈ ഉത്കൃഷ്ടമായിട്ടുള്ള വിശാഖഷഷ്ടിയെ പഠിക്കുന്നത് അവൻ ഇതേ ഗുണത്തോടു കൂടിയവനായിത്തീരും. അവൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. നമുക്കറിയാം, ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാൾക്കും യാതൊരു തരത്തിലുമുള്ള ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിട്ടില്ല. ഗുരു ഒഴിച്ചു മാറ്റിയിട്ടുള്ള ദ്രോഹങ്ങളും ദുരിതങ്ങളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഗുരുവിനെ വിശ്വസിക്കുന്നവരിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നവരിൽ ഈ വാക്കിനെയും നമുക്ക് വിശ്വസിക്കാം. ഫലശ്രുതി കൊണ്ട്, പദങ്ങളുടെ മേളനം കൊണ്ട്, മത്തേപവൃത്തത്തിൻ്റെ ചടുലത കൊണ്ട് സുന്ദരമായിരിക്കുന്ന വിശാഖഷഷ്ടി. 2, മത്തേപവൃത്തത്തിൻ്റെ അതിഗാംഭീര്യതയിൽ ഒരു പക്ഷേ ഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ മുദ്രാലങ്കാര രീതിയിൽ നാരായണ കൃതമഞ്ജരി എന്ന പേരുള്ള ഒരേ ഒരു കൃതി നവമഞ്ജരി. 9 മുത്തുമണികളെ കോർത്ത് ഒരു പൂങ്കുലക്കൊത്തു ഗുരു സമർപ്പിച്ചിരിക്കുന്നതാണ് നവമഞ്ജരി. നാടീടുമീ വിഷയമോടീ ദൃശം നടനമാടിടുവാനരുതിനിക്ക് ആടീവയോ വിതര തീടിയിടക്കിവനു കൂടിയമായ തിയലും കാട്ടിയുമീ കരണമൂടിയെരിപ്പതിന് ഒരേടി കരിഞ്ഞ നിടിലച്ചൂടിതമീയ മയിലോടിടുവാനരുൾക മോടിയുതം മുരുകനേ. 9 പദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പദ്യത്തിൻ്റെ ഓരോ പദ്യത്തിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് നാരായണ കൃതമഞ്ജരി എന്ന പേരാണ്. നാരായണനാൽ എഴുതപ്പെട്ട മഞ്ജരി, നാരായണ കൃതമഞ്ജരി. പ്രകാരം ഒരു പേരു ചേർത്ത് ഗുരു ഒരു കൃതി തന്നിട്ടുണ്ടെങ്കിൽ അത് നവമഞ്ജരിയാണ്. മത്തേപവൃത്തത്തിൻ്റെ സൗന്ദര്യത്തോടുകൂടി സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന 3ാമത്തെ കൃതി ഷാൺമാധുരസ്തവം. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അത്ര തൊട്ട് നോക്കാറില്ല, കുറച്ച് പ്രയാസമാണ്. പിരിച്ചു പറ്റാൻ സാധിക്കാത്ത വണ്ണം സംസ്കൃത പദങ്ങളെ കൂട്ടിച്ചേർത്ത് നൂലിൽ കോർത്ത് വെച്ചിരിക്കുന്ന സുന്ദരമായൊരു കൃതിയാണത്. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമസൂരീകൃതായുധ നിവാരീത ദോഷ നിജനാരി കലാലസമന എന്ന് തുടങ്ങുന്ന 9 പദ്യങ്ങളുള്ള ഷാൺമാധുരസ്തവം എന്ന കൃതിയാണ് ഇത്. ഈ 3 കൃതികളാണ് മത്തേപവൃത്തത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്. ആ വൃത്തത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ചടുലമാണ്, താള ലയ സന്നിഭമാണ്, അത്ര സുന്ദരമാണ്. ചൊല്ലിപ്പോകുമ്പോൾ അനുവാചകന്റെ ഉള്ളിൽ കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കാൻ കഴിയും. ആ താളമാണ് ആ കൃതികൾക്കെല്ലാം ഉള്ളത്.